അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അൽഫാം അല്ലെങ്കിൽ ചിക്കൻ ചാർക്കോൾ. അങ്ങനെ പലരും പല ഇല്ല പറയുന്നത്. നാട്ടിലൊരൊക്കെ ചിക്കൻ അൽഫാം എന്നും ഗൾഫ് രാജ്യങ്ങളിൽ ചിക്കൻ ചാർക്കോൾ എന്നാണ് പറയത്താണ്. ഞങ്ങൾക്ക് ചിക്കൻ ചാർക്കോൾ എന്നാട്ടാ പറയാറ്. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. എൻ്റെ മുളക് പൊടി എരിയില്ലാത്തതാണ്, അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല നമുക്ക് നല്ല വേണം, അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്ത് കൊടുത്തത്. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല മിക്സാക്കി കൊടുക്കുക. അത് മസാലയൊക്കെ നല്ല മിക്സ് ആവണം. വെള്ളം ഒരുപാടൊന്നും ചേർക്കണ്ട, കാരണം പേസ്റ്റ് പോലെ നമുക്ക് മസാല കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷണലായിട്ട് നിർബന്ധമില്ല, ഓപ്ഷണൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മാത്രം, കാരണം അതൊന്ന് മസാല ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. കാരണം ഓവറായിട്ട് വെള്ളം ഇത് പാടില്ല, മസാല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടേണ്ടത്. പിന്നെ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മസാലയുടെ ഉപ്പുണ്ടെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ മസാല വരട്ടി കൊടുക്കാം. അതിനുശേഷം ആദ്യം ഞാനിത് കഴുകി എടുക്കുന്ന സമയത്ത്, കഴുകണതിന് മുന്നേ ചിക്കൻ ഇങ്ങനെ ഇതേപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ഇതില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പീഡിൽ നമ്മൾ അടിച്ചു കൊടുക്കരുത്. കാരണം അത് ചിക്കൻ നല്ല ഹാർഡായിരിക്കും. അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഒന്ന് മേലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വലിയ പീസെല്ലാം എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് മസാലക്കുള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിലും ഇതേപോലെ വരിഞ്ഞ് കൊടുക്കുക. ചിക്കൻ്റെ ലെഗിമ്മലും മറ്റേ ഭാഗത്തും വന്ന് വരിഞ്ഞ് കൊടുക്കുക. അപ്പോൾ മസാല എല്ലായിടത്തും എത്തും. പിന്നെ ഇനി ചെറിയ പീസാക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിങ്ങനെ എടുത്തെന്നുള്ളൂ. അപ്പം ഉള്ളിലേക്ക് ബാക്കിൽ എല്ലായിടത്തും ഗ്യാപ്പിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണേ. അപ്പോഴാണ് എല്ലായിടത്തൊക്കെ ഒന്ന് മസാല ആക്കി കഴിക്കുന്ന നേരത്തെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ 4 പീസാണ് എടുത്തത്. പിന്നെ നമുക്ക് ഉള്ളത് എന്താ, ചെറിയ നെക്കിൻ്റെ ഭാഗമില്ലേ, അതാണ്. ഇനിയിപ്പോൾ അത് മാത്രം ഇല്ലാതിരുന്നിട്ട് അതിന് മാത്രം സങ്കടമാവണ്ട, അതിനെ ഒഴിവാക്കിയില്ല. ഞാൻ അതിനിട്ട്, കാരണം അതാരും കഴിക്കില്ല, അത് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതിനും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലരൊന്നും അത് കഴിക്കില്ല, ചിലർ കഴിക്കും, ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് മാത്രം അതിന് വിഷമാവണ്ട, അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ തേച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും നല്ല മസാല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ മസാല എപ്പോഴും എടുക്കാൻ നോക്കുക. വെള്ളം പോലെ നാക്കരുത്, അപ്പോൾ അതാകുമ്പോൾ പിടിക്കില്ല. എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക. പേസ്റ്റ് ആകുമ്പോൾ കറക്റ്റ് ആകുമ്പോൾ പിടിച്ചിരിക്കും. അതിനുശേഷം ചെറുനാരങ്ങയുടെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിന്മേൽ ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ മസാല ആക്കില്ലേ, മസാല ഇടുമ്പോൾ മിക്സ് ആക്കുന്നതിന് മുന്നേ അപ്പോൾ ഒഴിച്ച് നാരങ്ങ നീര് അപ്പോൾ ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് മസാലയൊക്കെ ആകുമ്പോൾ കറക്റ്റ് പിടിക്കില്ലല്ലോ. അത് മസാല തേച്ചതും അപ്പം തന്നെ കൊണ്ടുപോയിട്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. 1 മണിക്കൂറോ 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മൾ മസാല സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. ഇപ്പോൾ എല്ലാം ആക്കിയെടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം 1 പീസ് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ 2ാമത്തെ പീസ് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്തു. 2 പീസ് മതി കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ചിടണ്ട. അതിന് ശേഷം എന്താ ചോദിച്ചാൽ നമ്മൾ കുറച്ച് ഓയിൽ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ്റെ മേലേക്ക് കുറേശ്ശെ ഓരോ സ്പൂണെടുത്ത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ അത് ഫ്ലെയിം കുറച്ച് വെക്കണം, കൂട്ടി വെക്കരുത് കേട്ടോ. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടി വെക്കരുത്, കാരണം നല്ല വലിയ പീസുകളല്ലേ. അപ്പോൾ അത് ഉള്ളിൽ വേവണമെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ തിരിച്ച് മറിച്ചിട്ടൊക്കെ ഇടുക. അതൊരു സൈഡായി, ഇനി തിരിച്ച് ഇടുക. തിരിച്ച് മറിയുമ്പോൾ വലിയ പീസാകുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ചിക്കൻ ചെറിയ പീസ് ഫ്രൈ ആക്കുന്ന പോലെ പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല. വലിയ പീസായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ, ഫ്ലെയിം കുറച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാവും. ഇപ്പോൾ ഇനിയിപ്പോൾ വലിയ പീസൊക്കെ എല്ലാം ഉണ്ടാവുക. അപ്പോൾ അതിന് മുടക്കി ഈ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഓയിൽ തന്നെ എടുത്ത് ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നല്ല സ്മെല്ലായിരിക്കും. ഇപ്പോൾ ആ മസാലയുടെ സ്മെല്ല് ആ ഓയിലിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അതിന് ശേഷം വലിയ പീസൊക്കെ നമ്മളിങ്ങനെ സൈഡൊക്കെ ആയിട്ടില്ല ഇതുപോലെ ഇങ്ങനെ ചിരിച്ച് വെച്ച് കൊടുക്കുക. ആ ആവാത്ത സൈഡൊക്കെ ഇതേപോലെ നമുക്ക് ചിരിച്ച് വെച്ച് കൊടുത്തത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതാവാൻ പാടില്ല, എന്നാലാവും. നമ്മൾ കൈ എടുക്കാതെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഈ ഓയിൽ തന്നെ ഇതുമ്മങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഇട്ടത് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കറക്റ്റ് വെന്ത് കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അതും പീസ് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് രണ്ടാമത്തതും ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ചിക്കൻ ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ നമ്മളങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ കുറച്ച് ഓയിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. കാരണം നമ്മൾ വല്ലാതെ ഓയിൽ എണ്ണയിൽ മുക്കി പൊരിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഞാൻ ആ നെക്ക് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അതേപോലെ തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് അതും ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. ഇപ്പം എന്നെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം പാൻ ചൂടാക്കുക. എന്നിട്ട് അതിന് ശേഷം ഓഫ് ചെയ്തിടുക. എന്നിട്ട് പിന്നെ ഈ ചിക്കനൊക്കെ ഇതേപോലെ അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു ബൗള് ഒരു വലിയ പാനിലേക്ക് കൊണ്ടുവന്ന് ചെറിയൊരു ബൗൾ വെച്ചിട്ട് ഞാൻ ചാർക്കോളാണ് കത്തിച്ചത് കേട്ടോ. ചാർക്കോൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്ത ഓയിലായാലും തുള്ളി ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം അപ്പം തന്നെ നമ്മൾ അടച്ചു കൊടുക്കണം. ചാർക്കോൾ ഇല്ലാത്തവർക്ക് ഒരു ചിരട്ട കത്തിച്ചിട്ട് ആക്കി കൊടുക്കാം കേട്ടോ. അതിൽ ഇടാണെങ്കിൽ ഇനി ഹോൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ച് ഇതുപോലെ ആക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ഗ്രാമ്പ് എടുത്ത് വെച്ചാലും സെറ്റാവും. ടൈറ്റായിട്ടിരിക്കണം മാത്രം. കാരണം ആ പുകയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ. അതിന് ശേഷം 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അത് ചാർക്കോളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കുന്ന നേരത്തെ തുറക്കാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ ആ സ്മെല്ലൊക്കെ പോകും. അപ്പോൾ അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന നേരത്തെ മാത്രം എടുക്കുക. ഇപ്പോൾ ഇതാ ചാർക്കോളൊക്കെ ആയി. അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കും എണ്ണ നല്ല മുക്കി പൊരിക്കുക. അതിനൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നല്ല കറക്റ്റാണ്. ഫ്ലെയിം കുറച്ചുകൂടി വെച്ചുകൊണ്ട് തന്നെ നല്ല കറക്റ്റായി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹോട്ടലിൽ നമ്മൾ കഴിക്കുന്ന ടേസ്റ്റ് തന്നെ കിട്ടും. ഞാൻ ലെഗൊക്കെ പൊട്ടിച്ചതാണ്. ലെഗൊക്കെ പാറിപ്പറന്ന് അവിടെ നിന്നൊക്കെ അവരൊക്കെ വന്ന് കൊണ്ടുപോയി. ലെഗിന് ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ്, ലെഗ് പീസിന്. അപ്പോൾ അത് പോയി. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കാട്ടുമ്പോഴത്തേനും ഇവിടുന്ന് ഓരോ സൈഡിൽ കൂടെ ഓരോ പീസ് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഹോട്ടലിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മസാല പറ്റി ആകെ 10 മിനിറ്റിൻ്റെ നേരെ ഉള്ളൂ ഇതുണ്ടാക്കാൻ. മസാല കുറച്ച് നേരം പിടിക്കാനുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.